സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ കോട്ടയം, പുതുപ്പള്ളി. ആദ്യമായി നമുക്ക് കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം. ഇവിടെ LDF സ്ഥാനാർത്ഥി K അനിൽകുമാർ, UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, NDA സ്ഥാനാർത്ഥി P അനിൽകുമാർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 53% വോട്ട് വീതം നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 പ്രാഥമിക ഘടകങ്ങളെ ഇവിടുത്തെ സമ്മതിദായകർ ഓരോ മുന്നണിയെയും എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് 1ാം സ്ഥാനം NDAക്കാണ്, 2ാം സ്ഥാനം UDF. യുവജന പിന്തുണയിലും വോട്ടർമാരുടെ വിശ്വാസ്യതയിലും നേതൃപാടവത്തിലും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിലും UDF ആണ് 1ാം സ്ഥാനത്ത്. എന്നാൽ യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാടവം, ഈ 3 ഘടകങ്ങളിൽ NDA 2ാം സ്ഥാനത്താണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ LDF ആണ് 2ാം സ്ഥാനത്ത്. സെമിയോട്ടിക്ക നമുക്ക് വേണ്ടി പ്രവചിക്കുകയാണ്. നമുക്ക് നോക്കാം കോട്ടയം നിയമസഭാ മണ്ഡലം 2026 ആര് നേടും. ഇവിടെ UDFന് വ്യക്തമായ ഒരു ഭൂരിപക്ഷമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഏകദേശം 49% വോട്ട് വിഹിതം നേടുമെന്നാണ് പ്രവചനം. LDF സ്ഥാനാർത്ഥിക്ക് 39% വോട്ട് വിഹിതവും NDA സ്ഥാനാർത്ഥിക്ക് 12% വോട്ട് വിഹിതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇത് നമുക്ക് പുതുപ്പള്ളി മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടെ LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ, UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ, NDA സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് വാഗത്താൻ. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ 61% വോട്ട് വിഹിതം നേടി വിജയിച്ച മണ്ഡലമാണ് പുതുപ്പള്ളി. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 പ്രാഥമിക ഘടകങ്ങളിൽ പുതുപ്പള്ളിയിലെ വോട്ടർമാർ എങ്ങനെ ഇവരെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. എല്ലാ ഘടകങ്ങളിലും UDF ആണ് 1ാം സ്ഥാനത്ത് ഇവിടെ നിൽക്കുന്നത്, LDF 2ാം സ്ഥാനത്ത്. സെമിയോട്ടിക്ക അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടുകൂടി നമുക്കായി പ്രവചിക്കുകയാണ് പുതുപ്പള്ളി മണ്ഡലം ആര് ജയിക്കും എന്ന് നമുക്ക് നോക്കാം. പുതുപ്പള്ളിയിൽ UDFന് ഒരു വ്യക്തമായ ഭൂരിപക്ഷം 49% വോട്ട് വിഹിതമാണ് അവിടെ നേടുമെന്ന് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് 39% വോട്ട് വീതം, NDA സ്ഥാനാർത്ഥിക്ക് 12% വോട്ട് വീതവും. സെമിയോട്ടിക്ക AI ഇതുവരെ പ്രവചിച്ച എല്ലാ മണ്ഡലങ്ങളെയും ചേർത്തിണക്കി നമുക്കൊന്ന് നോക്കാം. 85 മണ്ഡലങ്ങളാണ് സെമിയോട്ടിക്ക ഇതുവരെ പ്രവചിച്ചിരിക്കുന്നത്. അവിടെ കാസർഗോഡ് UDFന് വ്യക്തമായ മുൻതൂക്കം, കണ്ണൂര് LDFന് വ്യക്തമായ മുൻതൂക്കം, കോഴിക്കോട് വീണ്ടും UDFന് വ്യക്തമായ മുൻതൂക്കം, വയനാട് വീണ്ടും UDF, മലപ്പുറം UDF, തിരുവനന്തപുരം LDFനാണ് വ്യക്തമായ മുൻതൂക്കം. മറ്റു മണ്ഡലങ്ങളിൽ UDF ഏകദേശം 9 മുതൽ 10 സീറ്റ് നേടുമെന്ന് സെമിയോട്ടിക്ക പ്രവചിക്കുകയാണ്. LDF 10 മുതൽ 11 വരെയും, NDA ഈ 85 മണ്ഡലങ്ങളിൽ 3 മുതൽ 6 വരെ മണ്ഡലങ്ങൾ നേടുവാനാണ് സാധ്യത. The final tally goes like this: UDF 43 മുതൽ 46 സീറ്റ്, LDF 30 മുതൽ 37 സീറ്റ്, NDA 3 മുതൽ 6 സീറ്റുകൾ. മറ്റു മണ്ഡലങ്ങളുടെ വിശകലനവുമായി ഞങ്ങൾ ഉടനെ നിങ്ങളുടെ അടിയിലേക്ക് എത്തുന്നതായിരിക്കും. Until then, we are signing off. Thank you everyone.